നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്റെ മുഖത്തെ ആക്നേസ് മാറിയത് എന്നുള്ളതാണ് കേട്ടോ. ഒരു കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കളിയാക്കലൊക്കെ ഏറ്റുവാങ്ങിയിരുന്ന ഒരു കാര്യമായിരുന്നു ഇത്. അതായത് എന്റെ ഏതുമോന് ഈ ജൂലൈ ഈ അടുത്ത മാസം 27-ന് അവന് 4 വയസ്സാവും. അവന് പ്രഗ്നന്റ് ആയ സമയം തുടങ്ങിയാണ് എനിക്ക് മുഖത്ത് കണ്ണും ഈ ചുണ്ടും മാത്രം ഒഴികെ ബാക്കി എല്ലായിടത്തും കുരുവൊക്കെ വരാൻ തുടങ്ങിയത് കേട്ടോ. അപ്പൊ ആ സമയത്ത് വീഡിയോസ് ഒക്കെ ചെയ്യണത് സമയത്തൊക്കെ ഇങ്ങനെ കുറെ കമന്റ്സ് കാണാം, ഈ പെണ്ണിന്റെ കോലെന്താണ് ഇങ്ങനെ മുഖത്ത് നിന്നിട്ട് കാണുന്ന വല്ല നല്ല ഡോക്ടേഴ്സിനെ കാണിച്ചൂടെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ ചെക്കനെ കണ്ടില്ലേ, ഈ പെണ്ണ് എന്ത് കോലമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ഒക്കെ വരാറുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെനിക്ക് കുറച്ച് വിഷമമൊക്കെ ആ സമയത്ത് ഉണ്ടായെങ്കിലും ഇപ്പൊ എന്നോട് ചോദിക്കുന്ന എങ്ങനെയാണ് കുരു മാറിയത് എന്നുള്ളൊരു ചോദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പൊ എന്റെ ആക്നെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ പ്രഗ്നന്റ് കഴിക്കുന്ന സമയത്താണ്. ഒരു 2nd മന്ത് ഒക്കെ ആയപ്പോഴത്തേക്കും എന്റെ മുഖത്ത് കണ്ടമാനം കുരു വരാൻ തുടങ്ങി കേട്ടോ. ഇവിടെ ദുബായിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതുപോലെ പ്രഗ്നന്റ് ആയത്. അപ്പൊ ഇവിടെ നമുക്ക് അന്ന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. ഡെർമറ്റോളജിസ്റ്റിനൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റ് കീറും. അതുകൊണ്ട് നമ്മള് ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചില്ല കേട്ടോ. അപ്പൊ നാട്ടിൽ ചെന്നിട്ട് കാണിക്കാലോ എന്ന് വിചാരിച്ചു. നമുക്ക് മനസ്സിലായി ഇത് പ്രഗ്നൻസി ടൈമിൽ പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ. എനിക്ക് ഇങ്ങനെയാണ് വന്നത്, പ്രഗ്നൻസി ഗ്ലോ എന്നൊക്കെ പറയില്ലേ, എനിക്ക് ഭയങ്കര ഗ്ലോ ആയിരുന്നു കേട്ടോ. അതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇങ്ങനെ സൈഡിൽ കൊടുക്കാം കേട്ടോ. എന്റെ കുറച്ച് ക്ലിപ്പിക്സ് ഉണ്ട്, കൂടുതലും ചാച്ചന്റെ ഫോണിലാണ്. അപ്പൊ എന്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പൊ ആ സമയത്ത് എനിക്ക് ആദ്യം കുറച്ചൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോ മാസം ഇങ്ങനെ കൂടുന്തോറും കൂടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഒരു സൈഡില് ഛർദി, ഒരു സൈഡില് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടല്, ഇതൊക്കെ ആയിരുന്നു. ആ കൂട്ടത്തിൽ ഇതും കൂടി ആയി കഴിഞ്ഞപ്പോ എനിക്ക് മൊത്തത്തിൽ ബുദ്ധിമുട്ടായിട്ടോ. കാരണം എനിക്ക് ഫുള്ള് ഛർദിയല്ലേ, ഛർദിക്കുമ്പോ ഇവിടൊക്കെ വലിഞ്ഞഴിയുമ്പോ ഇവിടത്തെ കുരുവൊക്കെ പൊട്ടി പസ്തൊക്കെ ഒലിക്കാൻ തുടങ്ങി. കണ്ണാടിയിൽ ഞാൻ നോക്കലേ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. എനിക്ക് അറപ്പ് തോന്നും. ഇപ്പൊ എന്നെ ആര് കണ്ടു കഴിഞ്ഞാലും അറപ്പ് തോന്നും, അത്രയും കുരുവായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് കിടക്കുമ്പോ നമുക്ക് ഫുള്ള് ഇങ്ങനെ നേരെ കിടക്കാൻ പറ്റില്ലല്ലോ, എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ചെരിഞ്ഞ് കിടക്കൂലേ. ആ ചെരിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഈ കുരു ഈ പില്ലോമ തൊട്ടിട്ട് പിറ്റേ ദിവസം എണീക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ അതിന് ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പസിന്റെ സ്റ്റെയിൻ ഒക്കെ ഉണ്ടാവും. അതിനുശേഷം ഞാൻ എനിക്ക് മാത്രം പില്ലോ വെച്ച് അതും എനിക്ക് മാത്രമായിട്ടുള്ള ഒരു കവറൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഞാൻ കിടന്നിറങ്ങുന്നത്. അപ്പൊ കോട്ട് വായിടാൻ പറ്റൂല, ഫുഡ് കഴിക്കുമ്പോ തുറക്കാൻ പറ്റൂല, മുഖം വാഷ് ചെയ്യാൻ പറ്റൂല, കാരണം തൊടുമ്പൊക്കെ നല്ല വേദനയായിരുന്നു. അങ്ങനെ ഞാന് ഒരു ഏതപ്പനം പ്രഗ്നന്റ് ആയ ആ ഒരു സമയമൊക്കെ ആയി കഴിഞ്ഞപ്പോ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത, ഫ്ലാറ്റിൽ നിന്ന് പുറത്തേ ഇറങ്ങൂലായിരുന്നു. അതിനുള്ളിൽ തന്നെ ഇരിക്കും. കാരണം മണം അടിച്ചാ അപ്പൊ ഛർദിക്കും, വെള്ളം കുടിച്ചാ അപ്പൊ ഛർദിക്കും. പിന്നെ ഞാൻ എവിടെ പോവാനാ? അപ്പൊ അത് കാരണം ഞാൻ എങ്ങും പോക്കില്ല, ഒന്നുമില്ല. ആരെങ്കിലും വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം മാസ്ക് വെക്കും. അന്ന് ആൻചേച്ചി, ജിബി, ബിബി, ഞങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അവരൊക്കെ വരുമായിരുന്നു. അവര് വരുമ്പോ ഒന്നും ഞാൻ മാസ്ക് വെക്കൂല, കാരണം അവര് നമ്മള് ഫാമിലി ആണല്ലോ, അപ്പൊ കുഴപ്പമില്ല. പക്ഷെ വേറൊരാളെ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ കണ്ടിട്ട് ഇനി ഒരു അറപ്പ് തോന്നണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാസ്ക് വെക്കും. മാസ്ക് വെക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്ക് വെച്ച ഭാഗത്തെ കുരൊക്കെ മാസ്ക് ഊരി കഴിയുമ്പോൾ പൊട്ടിയിട്ട് അതും ആ മാസ്കിന്റെ ഉള്ളിൽ ഫുള്ള് ബ്ലഡ് ഒക്കെ ആയിരിക്കും. അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മാസ്ക് വെക്കുമ്പോ. അങ്ങനെ ചാച്ചനാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ നടക്കാൻ, കാരണം ഞാൻ ഫുള്ള് ഇങ്ങനെ റൂമിനകത്ത് തന്നെ ഇരുന്നിട്ട് എനിക്ക് തന്നെ മെന്റലായി തുടങ്ങി. അപ്പൊ ചാച്ചൻ ജോലി കഴിഞ്ഞ് വരുമ്പോ നമ്മൾ കരാമ പാർക്കിലേക്ക് ഇങ്ങനെ നടക്കാനായിട്ട് തന്നെ കൊണ്ടുപോകും. അപ്പൊ ഞാൻ കൂടുതലും പോവില്ല, ഞാൻ വന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ പോണെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എന്റെ ഉള്ളിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരല്ലേ, അപ്പൊ 2-3 പേരെങ്കിലും നമ്മളെ തിരിച്ചറിയുമല്ലോ. അപ്പൊ ഞാൻ ഈ മുഖം വെച്ചിട്ട് ചാച്ചന്റെ കൂടെ നടക്കുമ്പോ അത് ചാച്ചനൊരു നാണക്കേടായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്ത ചുമ്മാ ഞാനിങ്ങനെ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ചാച്ചന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ചാച്ചൻ എന്നെ ഇടിച്ചില്ല എന്നുള്ളൂ. ചാച്ചൻ പറഞ്ഞു, എനിക്കില്ലാത്ത പ്രശ്നം ബാക്കിയുള്ളവർക്ക് എന്തിനാ, ഞാൻ നിന്നെ എവിടെ വേണേലും കൂടെ കൊണ്ടു നടക്കും, എനിക്ക് അങ്ങനെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ പോവാനൊക്കെ തുടങ്ങി കേട്ടോ. എന്നാലും ഞാൻ കൂടുതൽ അകത്ത് തന്നെയായിരുന്നു. കൂടുതൽ ഈ ഛർദി ഉള്ള കാരണം എനിക്ക് എങ്ങും പോകാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊരു കവർ എപ്പോഴും കൊണ്ടു നടക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ചേച്ചി ഒരു ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇവിടെ ഞാൻ കൊണ്ടുപോവാ 2-3 ദിവസത്തേക്ക് എന്റെ ഫ്ലാറ്റിൽ നിർത്താന്ന് പറഞ്ഞു. ഞാൻ ചുട്ടയ്ക്ക് സമ്മതിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, അനുസരിച്ച് ഞാൻ വെള്ളം കുടിച്ചാൽ ഉമിനീരക്കിയാൽ പോലും ഛർദിയാണ്, ഞാൻ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും, കാരണം ഞാൻ എപ്പോഴും ഛർദിക്കും. അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, വേറൊരു വീട്ടിൽ ചെന്നിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സമ്മതിച്ചില്ല. അപ്പൊ ചേച്ചി അതിനപ്പുറം ചേച്ചി പറഞ്ഞു, ഞാൻ നിന്നെ കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചേച്ചി അവിടെ ഇരുന്ന്. അതെനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. അന്ന് ഉച്ചയ്ക്ക് ഞങ്ങള് ബിരിയാണി ഒക്കെ കഴിച്ച ബിരിയാണി വരെ ഞാൻ ഛർദിച്ചു പോയി. അപ്പോഴും ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ വരുന്നില്ല, ബാഗ് പാക്ക് ചെയ്തോ പോവാന്ന് പറഞ്ഞു. ഞാൻ ഒരു ദിവസം നിക്കുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടോ. അന്നാണെങ്കിൽ ചേച്ചിയുടെ അമ്മയുണ്ട് അവിടെ. അപ്പൊ
അവിടെ ചെന്ന് ഞാൻ കുറെ നേരം ഇങ്ങനെ മൂകയായിട്ട് ഇങ്ങനെ ഇരുന്നു. ഭയങ്കര ഡൗൺ ഒക്കെ ആയിരുന്നു. എനിക്ക് ഒട്ടും ആക്റ്റീവായിട്ട് ഇരിക്കാനൊന്നും തോന്നിയില്ല. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ബിരിയാണി കഴിച്ച് ഛർദിച്ച ഒരാളാണ്. അവിടെ ചെന്ന് ഛർദിച്ചിട്ടില്ല. അവിടെ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. ഛർദി എന്ന് പറഞ്ഞത് കുറഞ്ഞു തുടങ്ങി. മറ്റേത് വെള്ളം കുടിച്ചാൽ വരെ ഛർദിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഇത് വല്ലപ്പോഴൊക്കെ ഛർദിക്കുള്ളൂ. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ആയിട്ടോ. ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. കാരണം എന്റെ അമ്മ എന്നെ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ തന്നെയാണ് അനുചേച്ചിയുടെ അമ്മ എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ സമയത്ത് അമ്മയുടെ സാമീപ്യം എത്രത്തോളം വേണം, ആവശ്യമുണ്ടെന്നുള്ളത് ഞാൻ ശരിക്കും മനസ്സിലാക്കിട്ടോ. ആ സമയത്ത് എന്റെ അമ്മയ്ക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അനുചേച്ചിയുടെ അമ്മ എന്നെ അതേപോലെയാണ് കൊണ്ടുനടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാനും കുറച്ച് ആക്റ്റീവ് ആവാൻ തുടങ്ങി. വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ എവിടെയെങ്കിലും പോകും. കാരണം അനുചേച്ചി വന്ന സമയത്ത് ഞങ്ങൾക്ക് വണ്ടിയൊന്നും ഇല്ലല്ലോ. അപ്പൊ അനുചേച്ചി വന്നു കഴിയുമ്പോഴാണ് ഞങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോവാറുള്ളത്. അങ്ങനെ പോക്കൊക്കെ ആയിട്ടോ. പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്നു. അപ്പൊ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നോക്കി. മുഖത്തെ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി കഴിഞ്ഞപ്പോ ഡോക്ടേഴ്സ് പറഞ്ഞു, പ്രഗ്നന്റ് അല്ലേ, നമുക്കങ്ങനെ മറ്റേ ഹെവി കണ്ടന്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ചില കണ്ടന്റ് അടങ്ങിയേക്കുന്ന മെഡിസിൻ എടുത്താലല്ലേ ഇത് ശരിക്കും മാറുള്ളൂ. അപ്പൊ പ്രഗ്നൻസി ടൈമിൽ അതൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഓക്കെ, പ്രഗ്നന്റ് അല്ലേ, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, കുറച്ച് സാക്രിഫൈസ് ചെയ്യാം, സൗന്ദര്യം ഇല്ലല്ലോ വലുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ വീണ്ടും ചെന്നു. മുഖത്തെ കുരു ഇങ്ങനെയാണെന്നൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, സോറി, മറ്റേ ഫീഡിങ് മോമല്ലേ, നമുക്ക് ഹെവി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മെഡിസിൻ ഒന്നും തരാൻ പറ്റില്ല. ഓക്കെ, എന്നാ ഫീഡിങ് നിർത്തിയിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും കൺസീവ് ആയി. ഇതേപോലെ തന്നെ സെക്കൻഡ് പ്രഗ്നൻസി ടൈമിലും കുരുവൊക്കെ വന്നു കേട്ടോ. ഓക്കെ, ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, ഞാൻ വീണ്ടും സാക്രിഫൈസ് ചെയ്തോളാം. അങ്ങനെ സെക്കൻഡ് ഡെലിവറിയും കഴിഞ്ഞിട്ട് ഫീഡിങ്ങും കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കുരുവൊക്കെ ഒന്ന് അമ്മിഞ്ഞിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്നല്ല, എന്നാൽ ആ വൃത്തികേട് ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, കൺസൾട്ടേഷൻ ഫീസ് പോവാ എന്നല്ലാണ്ട് മെഡിസിൻ ഒന്നും നമുക്ക് തരില്ല അവര്, ഫീഡിങ് ആയതുകൊണ്ട്. അപ്പൊ ഞാൻ ഹോം റെമഡീസ് തന്നെ ചെയ്തിട്ട് അത്യാവശ്യം വൃത്തികളൊന്നും മാറി കിട്ടുന്ന രീതിയിൽ ഞാൻ ചെയ്തു കേട്ടോ. കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന്, അതായത് ആ ഒരു 2023 24 അങ്ങനെ തോന്നുന്നുണ്ട്, ഒരു ഓണത്തിന്റെ സമയം കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് കുരുവന്തി. ഭയങ്കര കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ദൈവമേ, ഞാൻ പ്രഗ്നന്റ് ആയിരുന്നതിനേക്കാളും കൂടുതൽ കുരു വരാൻ തുടങ്ങി. എനിക്ക് ആ സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം മാറിയൊരു സംഭവം ഒരു കാര്യമായിട്ട് പിന്നെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, എന്റെ ദൈവമേ, എനിക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു കേട്ടോ. എന്റെ അമ്മയ്ക്കും അപ്പയ്ക്കും ഒക്കെ ഭയങ്കര വിഷമമായി. അമ്മയൊക്കെ പ്രാർത്ഥനയെ നേർച്ചയൊക്കെ നേരാൻ തുടങ്ങി. ചാച്ചനോട് പറഞ്ഞു കഴിഞ്ഞപ്പോ ചാച്ചൻ വിഷമിക്കണ്ട, ഞാൻ ഭയങ്കര അടിച്ചില്ലായി ചാച്ചനെ വിളിച്ചിട്ട്, വിഷമിക്കണ്ട, ഇത് മാറട്ടെ, അല്ലെങ്കിൽ ഫീഡിങ് കഴിയുമ്പോ നമുക്ക് മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് ആള് തന്നെ ആശ്വസിപ്പിച്ചു. പക്ഷെ എനിക്ക് ഇത് വേദനയും ഭയങ്കര സങ്കടമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പിന്നെ ഡോക്ടറെ കാണിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ ഞാൻ അതൊന്നും നിർത്തി. ഡോക്ടറെ കാണിക്കണില്ല, ഹോം റെമഡിയും ചെയ്യണില്ല, ഒന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ എന്നോട് ഒരു മാതിരി ആയിപ്പോയി. ഞാൻ ആ സംഭവങ്ങളൊക്കെ നിർത്തി. അതിന്റെ ഇടയിൽ നമ്മൾ വീഡിയോസ് എന്തെങ്കിലും ചെയ്യുമ്പോൾ കമന്റ്സ് വരും, പിന്നെയും കമന്റ്സ് ചെയ്യും, മുഖം ഇങ്ങനെ ഇരിക്കണേ, അങ്ങനെ ഇരിക്കണേ, ഇങ്ങനെ ഇരിക്കണേ, ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടാവും, ഒന്നല്ലെങ്കിൽ എന്റെ മുഖത്തെ പറ്റിയിട്ട് കുരുവിനെ പറ്റിയിട്ട് കുറ്റം പറയും, അല്ലെങ്കിൽ എന്റെ കണ്ണിനെ പറ്റിയിട്ട് കുറ്റം പറയും. അങ്ങനെയായിരുന്നു കുറെ കമന്റ്സ്. അതായത് നമ്മൾ ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സ് ആയിരുന്നു കേട്ടോ. നെഗറ്റീവ് നമുക്ക് മുഖത്ത് കുരു ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് നോർമല്, ഒന്നും കുഴപ്പമില്ല. പക്ഷെ അതിനപ്പുറം എക്സ്ട്രീം ലെവലില് കുറെ പേര്, അത് കുറെ പെണ്ണുങ്ങൾ തന്നെയാണ് കേട്ടോ, എക്സ്ട്രീം ലെവലിൽ കമന്റ് ഇട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഒന്നാമത് ഞാൻ ഡൗൺ ആയിട്ട് ഇരിക്കണല്ലേ മെന്റലി, അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് മൊത്തത്തിൽ കയ്യിന്ന് പോയിട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പിള്ളേരെ ഹോമിയാണ് കാണിക്കുന്നത്. ഞങ്ങളുടെ നാട്ടില് മാടവള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ അന്തോണി സുനാളുടെ പള്ളിയുണ്ട്. അതിന് തൊട്ട് ഓപ്പോസിറ്റ് KVM ഹോമിയോപ്പതി ക്ലിനിക്കിലാണ് ഞാൻ പിള്ളേരെ കാണിക്കുന്നത് കേട്ടോ. ഹോമിയാണ് പിള്ളേരെ കാണിക്കുന്നത്. അപ്പൊ അവിടെ ഈ സ്കിന്നിന്റെ ഇത് സ്പെഷ്യലിസ്റ്റും കൂടിയാണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് എന്റെ മൈൻഡിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഡോക്ടർ കാണിക്കണം അങ്ങനെയൊന്നും എന്റെ ചിന്ത പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കണ്ടമാന ഹോസ്പിറ്റല് ക്ലിനിക്കൊക്കെ കയറി ഇറങ്ങിയിട്ടുള്ള ഒരാളാണ് എന്റെ മുഖത്തെ കാര്യം പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫീഡിങ് ഒക്കെ ആയതുകൊണ്ട് അവര് കുറച്ചു പേർക്ക് ബിസിനസ് മൈൻഡിൽ ഇന്നത് ചെയ്താൽ മതി, അത് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കും. അപ്പൊ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുമ്പോൾ അവര് പറയും, വേണ്ട, അതിപ്പൊ ചെയ്യണ്ട, അത് ഫീഡിങ് ആയതുകൊണ്ട് ചെയ്യേണ്ട, റിസ്ക് ആണെന്നൊക്കെ പറയും. അപ്പൊ ഞാൻ അതവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഇത് മാറാണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ ഞാനിപ്പോ പിള്ളേരെ അങ്ങനെ ഒരു ദിവസം ഇതപ്പനോ ഡോണോനോ വയ്യാണ്ടായിട്ട് മറ്റേ ആ ക്ലിനിക്കിൽ കൊണ്ടുപോയി. അപ്പൊ ഞാൻ മാസ്ക് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്.
അങ്ങനെ എന്തോ ഒരു ഇതില് ഞാൻ ഡോക്ടറിന് മാസ്ക് വെച്ച് മാറ്റി കൊടുത്തിട്ട് ഡോക്ടറിനെ മുഖം കാണിച്ചു കഴിഞ്ഞപ്പോ ഡോക്ടർ ഒരൊറ്റ വാക്ക് എന്നോട് പറഞ്ഞുള്ളൂ, ഇത് ഞാൻ മാറ്റി തരാം എന്ന് പറഞ്ഞു. ഞാൻ അതിലങ്ങ് വിശ്വസിച്ചു കേട്ടോ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഹോമിയോ, ഇപ്പൊ പിള്ളേരെ കാണിക്കുന്നത് ഹോമിയോ ആണെന്ന് പറയുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിലെ ഹോമിയോ കാണിക്കുന്നത് നല്ലതാണ്, കാരണം പിടിച്ചു കിട്ടാൻ പാടാണ് എന്നുള്ളത്. അപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിലാണ് ഹോമിയോ കഴിച്ചിട്ടുള്ളത്, കാരണം നല്ല മധുരമുള്ള ഗുളിക ആയതുകൊണ്ട് ചെറുപ്പത്തിൽ എല്ലാവർക്കും അത് ഇഷ്ടമായിരിക്കുമല്ലോ. പിന്നെ ഞാൻ അങ്ങനെ ഹോമിയോ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ടെൻഷനായി, ഇത് പിടിച്ചു കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ആയിരുന്നു. ദൈവഭാഗ്യത്തിന് എന്റെ അമ്മയുടെയും പപ്പയുടെയും അച്ഛനൊക്കെ പ്രാർത്ഥന കൊണ്ടും മെഡിസിൻ കഴിച്ച് ഞാൻ എനിക്ക് തോന്നുന്നു 3-4 മാസത്തോളം ഞാൻ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. കാരണം മെഡിസിൻ കഴിച്ചിട്ട് എന്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വന്നിട്ടാണ് മാറിയത്. അത്രേ ഉണ്ടായിരുന്നു, കണ്ടമാനം ഗുരുവായിരുന്നു, എല്ലാവരും പുറത്തേക്ക് വന്നിട്ടാണ് മാറിയത്. അതുകൊണ്ട് തന്നെ നല്ല ടൈം എടുത്തു എനിക്ക് മാറാൻ. നല്ല ക്ഷമയോടുകൂടി നമ്മളത് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാലേ മാറുള്ളൂ എന്നുള്ളത്. അന്ന് ഞാൻ ക്ഷമ എന്താന്നുള്ളത് പഠിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് എനിക്ക് വിഷമം അല്ലെങ്കിൽ സങ്കടം വേദനയൊക്കെ കൂടുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അന്ന് ഡോൺ കുഞ്ഞല്ലേ. അപ്പൊ ഇവനെടുക്കുമ്പോ ഡോണിന്റെ കൈയൊക്കെ എന്നെ മുഖത്ത് കൊള്ളും, കുരു പൊട്ടും, അവിടെ ബ്ലഡ് വരും, അല്ലെങ്കിൽ പസ് വലിക്കും, നല്ല വേദനയൊക്കെ ആയിരിക്കും. അങ്ങനെ ഞാൻ കുറെ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടറിന്റെ അതായത് ഞാൻ ശരിയാക്കി തരാം എന്നുള്ള ആ ഒരു വാക്കുണ്ടല്ലോ, അതിൽ ഉറച്ച് വിശ്വസിച്ചിട്ട് ഞാൻ മെഡിസിൻ ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോവും, അപ്ഡേറ്റ് ചെയ്യും, ഡോക്ടർ ഇനി മെഡിസിൻ അപ്ഡേറ്റ് ചെയ്ത് തരും. അങ്ങനെയൊക്കെയാണ് മെഡിസിൻ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു. എനിക്ക് ഫുഡ് ഇന്നത് കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞു, അത് ഞാൻ കൺട്രോൾ ചെയ്തു. ഡോക്ടർ എന്ത് പറയുന്നത് അതേപോലെ തന്നെ ചെയ്തു. എനിക്ക് ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ഹോർമോണിന്റെ ഇഷ്യൂ ആയിരുന്നു. അത് ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ എന്ത് ചെയ്താലും സ്ട്രെസ് അനുഭവിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിലും സെക്കൻഡ് പ്രഗ്നൻസി ടൈമിലും നല്ലോണം സ്ട്രെസ് ഉണ്ടായിരുന്നു. അപ്പോ അതൊന്ന് മാറ്റിയെടുക്കാന്നുള്ളത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഞാനൊരു സൈഡിൽ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിലും മറു സൈഡിൽ എനിക്ക് ആ ഒരു സ്ട്രെസ് തന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞാൻ റിക്കവർ ആവാൻ കുറെ ടൈം എടുത്തു കേട്ടോ. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ എന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയും. അത് പറഞ്ഞു കഴിയുമ്പോ തന്നെ ഞാൻ ഡോക്ടറിന്റെ മുന്നിൽ ഞാൻ കരഞ്ഞിട്ട് വരെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ക്യാബിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറയും. ആ പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ കരഞ്ഞു പോകും. അതൊക്കെയാണ്. അപ്പൊ ഇത് ഒരിക്കലും പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ, ഞാൻ അങ്ങനെ വിചാരിക്കരുത്. ഇത് ഒരിക്കലും പ്രൊമോഷൻ വീഡിയോ അല്ല. ഡോക്ടർ എന്റെ ഈ വീഡിയോ കാണോ ഇല്ലെന്ന് പോലും എനിക്ക് ഒരു ഉറപ്പില്ല. അത് കാരണം ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. എനിക്ക് ഫ്രീക്വന്റ് ആയിട്ട് എന്റെ ഇൻബോക്സിലും കമന്റിലും വരുന്ന ക്വസ്റ്റ്യൻസ് ഇതായതുകൊണ്ട് ആർക്കെങ്കിലും ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാം. എനിക്കിപ്പോ ഇത് റിസൾട്ട് തന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒന്നും പറയരുത്, ആ ഡോക്ടറെ ഒന്നും പറയരുത്. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. ഇപ്പൊ എനിക്ക് തന്നെ ഞാനൊരു 3-3.5 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് എനിക്കിതൊന്ന് മാറി കിട്ടിയത് തന്നെ. യഥാർത്ഥത്തിലുള്ള കറക്റ്റ് ഒരു സ്ഥലത്ത് ഞാൻ ചെന്ന് പെട്ടതിന് ശേഷമാണ് എനിക്കിത് മാറി കിട്ടിയത്. അപ്പൊ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. കുറച്ച് ടൈമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെന്നെത്തേണ്ടടുത്ത് തന്നെ നമ്മൾ ദൈവം കൊണ്ട് എത്തിക്കുകയും ചെയ്യും, അത് മാറ്റി തരുകയും ചെയ്യും. ഓക്കെ. അപ്പം ഞാൻ അവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തതിന് ശേഷം ഒരു 3-3.5 എനിക്ക് 4 മാസത്തോളം എടുത്തെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് മാറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ മാറിക്കഴിഞ്ഞപ്പോ കംപ്ലീറ്റ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എനിക്ക് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ഭയങ്കര നന്ദിയുള്ളതായിരിക്കും. അന്നായാലും ഇന്നായാലും ഞാൻ മരിച്ചാൽ പോലും ഞാൻ മറക്കൂല ഡോക്ടർ. കാരണം ഞാൻ അത്രയും വിഷമം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ കുരുവിന്റെ പേരും പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒന്നല്ലെങ്കിൽ എന്നെ കളിയാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായിരുന്നു, കുരു അല്ലെങ്കിൽ കണ്ണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാനൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു കുറവോ അങ്ങനെ നമ്മൾ കണ്ണിൽ പെടുകയാണ് എന്നുണ്ടെങ്കിൽ ദൈവത്തോർത്ത് നമ്മൾ ആളുടെ മുഖത്ത് നോക്കി ചോദിക്കരുത്, അയ്യ ഇതെന്താണ് ഇങ്ങനെ, നിനക്ക് മുഖത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കൈക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അതായത് നമ്മൾക്ക് കാണുക അറിയാം അവർക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത്, എന്നിട്ടും അവരെ വേദനിപ്പിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ചോദിക്കുമ്പോൾ അത് ആ അനുഭവിക്കുന്ന ഒരാൾക്കേ മനസ്സിലാവുള്ളൂ, ആ ഒരു വിഷമം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ ഒരാൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ദൈവത്തോർത്ത് നമ്മൾ കാണുകപ്പെടായാലും നമുക്ക് ഇങ്ങനെ അതെ ആ കൊച്ചിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ എന്ന് നമ്മൾ അറിഞ്ഞിട്ട് പോയി ചോദിക്കാൻ, നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോ ആൾക്ക് എന്തൊരു വിഷമം ഉണ്ടാവും, അത് അനുഭവിക്കുന്ന ഒരാൾക്ക് എത്ര വിഷമം ഉണ്ടാവും. അത് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ആർക്കും വരാതിരിക്കട്ടെ, വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ കുറേ വിഷമം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പലരും തന്നെ ഇങ്ങനെ കുത്തി നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അതങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അന്നൊക്കെ ഞാന് തുടങ്ങിയ ഒരു കാലല്ലേ, സോഷ്യൽ മീഡിയ ഒക്കെ തുടങ്ങിയ ഒരു കാലമായിരുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇങ്ങനൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഞാൻ ഹാൻഡിൽ ചെയ്ത് തുടങ്ങി കേട്ടോ. കാരണം
എല്ലാവരും എനിക്ക് സപ്പോർട്ടായിട്ട് എന്റെ പപ്പയും അമ്മ എന്റെ കെട്ടിയവനുണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന, എന്റെ വീട്ടുകാർക്കും എന്റെ കെട്ടിയവനില്ലാത്ത വിഷമം വേറെ ഒരാൾക്കും വേണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എല്ലാവരും സ്ട്രോങ്, ഞാൻ തന്നെ ഇടയ്ക്ക് വിചാരിച്ചു ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, ആരെന്നെ കളിയാക്കിയാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി നമ്മള് കുത്തി നോക്കാൻ വേണ്ടി മാത്രമായിട്ട് പറയുന്നവരുണ്ട്, അല്ലാണ്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ ചോദിക്കുന്നവരും ഉണ്ട് കേട്ടോ. രണ്ടാണല്ലോ വേ ഓഫ് ടോക്കിംഗ് നമുക്ക് മനസ്സിലാവും. അപ്പൊ ദൈവത്തെ ഓർത്തിട്ട് നമ്മൾ ഒരാളുടെ കുറവ് നമ്മളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അവരെ ചോദിച്ചത് വിഷമിപ്പിക്കാതിരിക്കുക, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഞാനപ്പോ ഈ ഒരു ഡോക്ടറെ കാണിച്ചു, അങ്ങനെ എന്റെ സ്കിന്നിന്റെ ഇതൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഡോക്ടർ നികേഷ് എന്നാണ് ആ ഡോക്ടറിന്റെ പേര്. KVM ഹോമിയോപ്പതി ക്ലിനിക്ക്, നമ്മുടെ അന്തോണി സുന്നാളിന്റെ മാളവള്ളിപ്പുറം അന്തോണി സുന്നാളിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ഈ ക്ലിനിക്ക് വരുന്നത്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും, കാരണം കുറെ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹോമിയോപ്പതി ക്ലിനിക്ക് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് മാറിയെന്നുള്ളതൊക്കെ. അതെനിക്ക് ലൊക്കേഷൻ ഒന്നും അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആണെങ്കിൽ ആയിക്കോട്ടെ. ഇനിയിപ്പോ ലൊക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി, ഞാൻ ലൊക്കേഷൻ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്റെ ആക്നെ ജേർണി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്റെ മുഖത്ത് ഇച്ചിരി ഗ്ലോ ആയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിയാണ് കേട്ടോ, ഞാൻ ഇവിടെ വന്ന് കുറച്ചൊന്ന് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തത് ഞാൻ ഇവിടെ വന്നതിന് ഇപ്പൊ റീസെന്റ് ഞാൻ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തത്. ഫീഡിങ് മദേഴ്സിന് അറിയാമല്ലോ, നമ്മൾ എങ്ങനെ പോയി കഴിഞ്ഞാലും നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒന്ന് ചുരുങ്ങും ഫീഡ് ചെയ്യുന്ന സമയത്ത്. ചിലർ വണ്ണം വെക്കും, എനിക്കറിയില്ല. എന്റെ ഒരു ശരീരപ്രകൃതി അനുസരിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന സമയമായിരുന്നു ഫീഡ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുറച്ചൊന്ന് വണ്ണമൊക്കെ വെച്ചത്. വണ്ണം വെച്ച് കഴിഞ്ഞപ്പോ എന്റെ മുഖം ഒന്ന് തുടുത്തു, അതിന്റെ ഒരു ഗ്ലോ ഒക്കെ ആയിരിക്കും. പിന്നെ അതല്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷം സ്കിൻ കെയർ ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് എന്റെ കറക്റ്റ് സ്കിൻ കെയർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്, ഏതൊക്കെ സ്കിൻ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യണമെന്നുള്ളത്. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അതെല്ലാവരുടെ സ്കിൻ വ്യത്യസ്തമായിരിക്കും. എന്റെ സ്കിൻ പോലെ അല്ല വേറൊരാളുടെ സ്കിന്നും, അതെനിക്ക് 100% ഉറപ്പാണ്. എന്റെ സ്കിൻ പോലെ വേറൊരാളുടെ സ്കിൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ അത് കാരണം എനിക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയത് വേറൊരാൾക്ക് റിസൾട്ട് കിട്ടണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് പറഞ്ഞു കൊടുക്കും. എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാൻ ഇങ്ങനെ ഒരു ഡയലോഗ് ഞാൻ പറയും, എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല കേട്ടോ, അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്താൽ മതി, കണ്ടിന്യൂ ചെയ്താൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നമ്മൾ ഷോർട്സ് വീഡിയോ ഇടുമ്പോ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതും ടാഗ് ചെയ്യണത് നിങ്ങൾ വാങ്ങിക്കണം എന്ന് നിർബന്ധവും കമ്പൽ ചെയ്തിട്ടൊന്നല്ല, ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കണു എന്ന് മാത്രം. പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തത് കേട്ടോ. ഇപ്പൊ ഞാൻ മൈക്രോ നീഡ്ലിങ്ങിന്റെ സെക്കൻഡ് സെഷൻ ചെയ്തേക്കാണ്. അത് തന്നെ മുഖത്ത് ചെറിയൊരു റെഡ്നെസ് ഒക്കെ ഉണ്ടാവും. ഇന്നലെ ആയിരുന്നു സെക്കൻഡ് സെഷൻ. അപ്പോ അത് ചെയ്യുന്ന കാരണം ഞാനിപ്പോ സ്കിൻ കെയർ ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. എന്റെ ആക്നെ ജേർണി ഞാൻ പറഞ്ഞു, അതേപോലെ എന്റെ സ്കിൻ കെയറിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. ഞാൻ വീണ്ടും പറയാണ്, ഇപ്പൊ നിങ്ങൾ എങ്ങാനും ഈ ക്ലിനിക്കിൽ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇനി റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെയോ ആ ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പല ഹോസ്പിറ്റലിലും കയറി ഇറങ്ങിയിട്ടുള്ള ആളാണ്. എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ആ ഡോക്ടറിനെ ക്ലിനിക്കിനെ ഒന്നും ഞാൻ പറയാൻ പോയിട്ടില്ല. കാരണം എനിക്കത് റിസൾട്ട് കിട്ടിയില്ല, അത് എന്റെ സ്കിന്നിന്റെ പ്രശ്നമാണ്. ഞാൻ കാരണം ഫീഡ് ചെയ്യുന്ന മദർ ആയതുകൊണ്ട് അവരെയും കുറ്റം പറയാൻ പറ്റില്ല, എന്നെയും കുറ്റം പറയാൻ പറ്റില്ല, ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ മിണ്ടാതെ ഇങ്ങ് പോരുക, വേറൊരു സെക്കൻഡ് ഒപ്പീനിയൻ നോക്കുക, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്റെ സ്കിൻ പ്രൊഡക്ട്സ് ആയാലും എന്നോട് ചോദിച്ചിട്ടുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്റെ തലമണ്ടയ്ക്ക് ഇടരുത്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ സ്കിൻ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സ്കിന്ന്, പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് കരുതി അത് ഒരിക്കലും ഒരു കമ്പലല്ല നിങ്ങൾ അത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളത്. ഒരിക്കലും ഞാൻ പുഷ് ചെയ്യുക അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുക അങ്ങനെ ഒന്നുമല്ല. ഞാൻ യൂസ് ചെയ്തത് എന്നോട് ചോദിക്കുമ്പോൾ, നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അല്ലാണ്ട് പറഞ്ഞു കൊടുത്തില്ല, ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ അഹങ്കാരിയോ, എന്തിനാ വെറുതെ ചീത്തപ്പേര് വാങ്ങിക്കൂട്ടണേ. അപ്പൊ അതിന് നമ്മളോട് ചോദിക്കുന്ന ആളുടെ അടുത്ത് അതിനോട് ഉത്തരം കൊടുക്കുക. പിന്നെ അത് യൂസ് ചെയ്യണ്ട അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മുടെ സ്കിൻ ഏതാന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മുടെ സ്കിന്നിലേക്ക് ഉള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം.